ഹേ ഗായ്സ് വെൽക്കം. സോ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ഗെയിം പ്ലേസിൽ അപ്ഡേറ്റിന് ശേഷം കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് പുതിയതായിട്ട് വന്ന ചേഞ്ചസും കാര്യങ്ങളെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് ഇരുന്ന് കാണാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ്. അപ്പം ഫസ്റ്റ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് മുന്നേ ഉള്ള നമ്മുടെ സ്റ്റാർട്ടിങ് അപ്ഡേറ്റ് 26 അപ്ഡേറ്റ് വന്നത് ഉടൻ തന്നെ നമുക്ക് അറ്റാക്കിംഗ് പ്ലെയേഴ്സിന്, അതായത് CF പ്ലെയേഴ്സിനൊക്കെ ഒഫൻസീവ് അവയർനെസ്സും അതൊക്കെ നല്ല രീതിക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്തെ നമുക്ക് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ഇഷ്യൂ ആയിരുന്നു നല്ല രീതിക്ക് ഡിഫൻസ് പൊട്ടുന്നതും. അതുമാത്രമല്ല നമ്മുടെ ലിങ്ക് പ്ലേ ഒക്കെ കൊണ്ടുവന്നതോടെ തൂക്കിയേറി ലോങ് ബോളൊക്കെ വന്നിട്ട് നമ്മുടെ ഡിഫൻഡേഴ്സിന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ തന്നെ ഒരു ത്രൂ പാസ് ഇട്ടാൽ തന്നെ നമ്മുടെ ഡിഫൻഡേഴ്സ് പോയി ബോൾസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല, ഓപ്പണൻറ്റ് വിൻ ചെയ്തിട്ട് ഗോൾസും കാര്യങ്ങളൊക്കെ അടിക്കുന്നത്. സോ അതിനൊക്കെ സോൾവ് ചെയ്തിട്ട് നമ്മളെ ഡിഫൻസും കാര്യങ്ങളും കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. അതായത് ഡിഫൻസീവ് അവയർനെസ് കൂടിയ പ്ലേയേഴ്സിന് ആക്സലേഷൻ കൂടും. സോ ആ ഒരു പവർ തന്നെ, അതായത് ഇപ്പോൾ ലോങ് ബോൾ വരികയാണെങ്കിൽ ഡിഫൻഡേഴ്സ് ഓപ്പണൻറ്റിൻ്റെ സെൻറ്റർ ഫോർവേഡ് പ്ലേയേഴ്സിൻ്റെ സെയിം ഒരു സ്ട്രാറ്റജി പ്രകാരം ബോൾസും കാര്യങ്ങളും, അതായത് ഓപ്പണൻറ്റിനെ ടൈറ്റായി മാർക്ക് ചെയ്യുകയും ബോൾസും കാര്യങ്ങളും വിൻ ചെയ്യുകയൊക്കെ ചെയ്യും എന്ന് വെച്ച് കൂടുതലായിട്ട് ഫുള്ള് എല്ലാ ലോങ് ബോളും കാര്യങ്ങളൊന്നും വിൻ ചെയ്യാൻ പറ്റില്ല. എന്നാലും മാക്സിമം നമ്മളെ ഡിഫൻസിന് വേണ്ടിയിട്ടുള്ള പരിഗണന ഇത്തവണ കൊനാമി നമ്മുടെ അപ്ഡേറ്റ് ശേഷം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡിഫൻസീവ് അവയർനെസ് കൂടിയ പ്ലേയേഴ്സിനെ നിങ്ങളുടെ സെൻറ്റർ ബാക്സിൽ യൂസ് ചെയ്യുക. ഓക്കെ, ഡിസ്ട്രോയർ ആയിക്കോട്ടെ ബിൽഡപ്പ് ആയിക്കോട്ടെ, ഡിഫൻസീവ് അവയർനെസ് കൂടിയ പ്ലേയേഴ്സിനെ യൂസ് ചെയ്യുക. കാരണം ലോങ് ബോൾ വരുമ്പോഴും ത്രൂ പാസ് വരുമ്പോഴൊക്കെ ടൈറ്റായിട്ട് മാർക്ക് ചെയ്ത് ബോൾസും കാര്യങ്ങളും വിൻ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റും. ഡിഫൻസീവ് അവയർനെസ്സൊക്കെ കൂടുതലാണെങ്കിൽ അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുള്ളത്. സോ കുറേ മാച്ചസ് കളിച്ചാലേ നമുക്ക് കറക്റ്റ് മനസ്സിലാവും എന്തൊക്കെ വീക്ക്നെസ്സും കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ ആ ഒരു രീതിയിൽ തന്നെ. സോ നിങ്ങളിപ്പോൾ കുറേ മാച്ചൊക്കെ കളിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ആകുന്നതൊക്കെ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളും ചെയ്യുക. അടുത്ത പിന്നെ മറ്റൊന്നല്ല ഗൈസ്, നമ്മുടെ അനാലിസിസ് വന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഡിവിഷൻ മാച്ചൊക്കെ കളിക്കുന്ന പ്ലേയേഴ്സിന് ഡിവിഷൻ 4 വരെ, ഡിവിഷൻ 4 വരെയുള്ള അനാലിസിസും കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് ഡിവിഷൻ 1 പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്നത്, ഡിവിഷൻ 2 പ്ലേയേഴ്സ് എന്തൊക്കെ ടൈപ്പാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് മാച്ച് ഡാറ്റ കാണിച്ചു തരും. അതായത് ലാസ്റ്റ് 10 PvP മാച്ചസിൻ്റെ ഇതാണ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഇതിലെല്ലാം 0% ഡ്രിബിളിങ്ങിൻ്റെതാണ് ലാസ്റ്റ് 10 മാച്ചസിൽ. സോ ഇവിടെ എല്ലാം 0% കാണിക്കുന്നത് ഞാൻ PvP മാച്ച്, അതായത് ഡിവിഷൻ മാച്ചസൊന്നും കളിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അതിപ്പോൾ നമ്മൾ കളിക്കുന്നതാണെങ്കിൽ ഇപ്പോൾ നോർമൽ നമ്മൾ ഡാഷ് എത്ര തവണ യൂസ് ചെയ്തു, ഓക്കെ, ഫിനിഷ് ഡ്രിബിൾ എത്ര ചെയ്തു, അതൊക്കെ എത്ര ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് ഇവിടെ ചേഞ്ചസ് 0 ഉള്ളത് പെർസെൻറ്റേജിലോട്ട് മാറും. വൈറ്റിലായിരിക്കും നമ്മളിതുണ്ടാവുക ഗ്രാഫ്. ബ്ലൂ എന്ന് പറയുന്നത് ഡിവിഷൻ 4 പ്ലേയേഴ്സ്, ഡിവിഷൻ 4, റെഡാണ് ഡിവിഷൻ 1. ഓക്കെ, അപ്പോൾ ഫസ്റ്റിലെ ഡ്രിബിളിംഗ് ആണ്. പിന്നെ ഡിഫെൻഡിങ് കമാൻഡ്സ് ആണ് ലാസ്റ്റിലത്തത്. കൂടുതൽ പ്ലേയേഴ്സും പ്രസ് ചെയ്തിട്ട് തന്നെയാണ് ഇപ്പോൾ കളിക്കുന്നത്. കാരണം നമുക്കറിയാം മാച്ചപ്പിൻ്റെ പവറും കാര്യങ്ങളും കുറച്ച് ഇപ്പോൾ മാച്ചപ്പ് കറക്റ്റ് രീതിക്ക് വർക്കിംഗ് ഒന്നുമല്ല. അപ്പോൾ പ്രഷർ ടൈപ്പ് തന്നെയാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് കൂടുതൽ പ്ലേയേഴ്സും പ്രസ് ചെയ്ത് കളിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഉള്ളത് ഷൂട്ടിംഗ് ആണ്. എങ്ങനത്തെ ഷൂട്ടിംഗ് ആണ് മിക്ക പ്ലേയേഴ്സും ചെയ്യുന്നതാണ്. ഓക്കെ, എല്ലാവരും നോർമൽ ഷൂട്ടാണ് ചെയ്യുന്നത്. അതായത് ജസ്റ്റ് ഡബിൾ ടച്ച് സ്കില്ല് യൂസ് ചെയ്യും, സ്റ്റൺ അടിക്കാതെ നോർമൽ ഷൂട്ട്. ഓക്കെ, കൺട്രോൾഡ് ഷൂട്ട് ആണ് പിന്നെ വരുന്നത്. ചിപ്പിംഗ് ഷോട്ടൊന്നും ആരും ചെയ്യാറില്ല എന്നാണ് തോന്നുന്നത്. പിന്നെ സ്റ്റണ്ണിങ് ഷൂട്ട് അത്യാവശ്യമുണ്ട്. സ്റ്റണ്ണിങ്ങിനേക്കാളും കൺട്രോൾഡ് ഷൂട്ടും അതുപോലെ തന്നെ നോർമൽ ഷൂട്ടും കാര്യങ്ങളാണ് കൂടുതൽ പ്ലേയേഴ്സും ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഗോൾ ടൈപ്സ്, അതായത് ഇത് നമ്മുടെ ലാസ്റ്റ് 10 മാച്ചസിലാണ്. അതായത് നമ്മൾ ക്രോസ് ചെയ്ത് തന്നെ കൂടുതൽ ലോ പാസ് ചെയ്യുന്നുണ്ടോ, എങ്ങനെയാണ് നമ്മൾ പാസും കാര്യങ്ങളും ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡ്രിബിളിങ് എത്ര % ഉണ്ട്, അതൊക്കെ കറക്റ്റ് നമ്മൾ റീബൗണ്ട് വരുന്ന ബോൾസ്, പിന്നെ ക്രോസിങ് നമ്മളെത്ര ലോ ത്രൂ പാസൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. എത്ര % ചെയ്യുന്നുണ്ട് ലാസ്റ്റ് 10 മാച്ചസ്. PvP മാച്ചിൽ മാത്രമേ കാൽക്കുലേറ്റ് ആവൂ. ഓക്കെ, പിന്നെ ഉള്ളത് പാസിങ്ങിൻ്റെ ഇതാണ്. അതായത് ലോ പാസ്, ലോഫ്റ്റഡ്, ലോ ത്രൂ പാസ്, ഓക്കെ, ത്രൂ ബോളൊക്കെ കൊടുക്കുന്നത്. ക്രോസൊക്കെ തീരെയില്ല. ഡിവിഷൻ 1-ലും 4-ലൊന്നും ക്രോസും കാര്യങ്ങളൊന്നും എല്ലാം കുറവാണ്. നമ്മൾ 0% കാണിക്കുന്നുണ്ട്. മറ്റേത് നമ്മുടെ ഡിവിഷൻ 1 വരെയുള്ള, ഡിവിഷൻ 4 തൊട്ട് 1 വരെയുള്ള പ്ലേയേഴ്സിൻ്റെ സ്റ്റാറ്റ്സും കാര്യങ്ങളാണ്. ഓക്കെ, അത് മിക്കവരും ലോ പാസ്സാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലോങ് ത്രൂ ബോളും കൂടുതലുണ്ട്.
നമുക്ക് മനസ്സിലാവും തൂക്കിയിറക്കം എത്രയാണ് നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫ്രണ്ട്ലിയൊക്കെ കളിക്കുമ്പോൾ നമ്മളെ ഫ്രണ്ട് ചെയ്യുന്നുണ്ടോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് നമ്മുടെ അനാലിസിസിലുള്ളത്. പിന്നെ നമുക്കുള്ളത് ഫീച്ചേഴ്സ്, മറ്റൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഡിവിഷൻ 1 തൊട്ടുള്ള ഡിവിഷൻ 1 മുതൽ 4 വരെയുള്ള പ്ലേയേഴ്സ് എന്തൊക്കെ ടൈപ്പാണ്, അതായത് ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ ഏത് തരം കൺട്രോൾസാണ് യൂസ് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒഫൻസീവ് ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് 79% ഓണാണ്, 21% പ്ലേയേഴ്സ് ഓഫായിട്ടുള്ള ഡിവിഷൻ 1. ഓക്കെ, ഡിഫെൻസീവ് ഷിഫ്റ്റിങ് 50-50 ആ ഒരു ടൈപ്പാണുള്ളത്. കാരണം 46, 51, 60 ഒക്കെയാണ്. നെക്സ്റ്റ് സ്മാർട്ട് അസിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ്. ഡിവിഷൻ 1 പ്ലേയേഴ്സ് 26% മാത്രമാണ് സ്മാർട്ട് അസിസ്റ്റ് യൂസ് ചെയ്യുന്നത്. ബാക്കി 74% സ്മാർട്ട് അസിസ്റ്റ് യൂസ് ചെയ്യുന്നില്ല. അത് താഴോട്ട് വരുന്നതോറും കൂടിക്കൊണ്ട് വരുന്നതാണ്. ഡിവിഷൻ 4 50-50% ആണ്. ഓക്കെ, പിന്നെ കൺട്രോൾ ടൈപ്പ്, നിങ്ങൾ ഏത് കൺട്രോളാണെന്ന് ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളും ചെയ്യുക. വെർച്വൽ പാഡാണോ ടച്ച് ആൻഡ് ഫ്ലിക്കാണോ? ഞാൻ വെർച്വൽ പാഡാണ് കളിക്കുന്നത്, പക്ഷേ ടച്ച് ആൻഡ് ഫ്ലിക്കും ചില സമയത്ത് കളിക്കാറുണ്ട്. അപ്പം 90% ആൾക്കാരും വെർച്വൽ പാഡ് തന്നെയാണ് കളിക്കുന്നത്. 10% ആൾക്കാർ മാത്രമേ ടച്ച് ആൻഡ് ഫ്ലിക്ക് നമ്മൾ അഡ്വാൻസ് കൺട്രോൾ കളിക്കുന്നുള്ളൂ. സോ നിങ്ങൾ ഏത് ടൈപ്പ് കൺട്രോളാണ് യൂസ് ചെയ്യുന്നത് കമൻറ്റും കാര്യങ്ങളും ചെയ്യുക. പിന്നെ ഡിഫെൻഡിങ് കൺട്രോൾസ് സ്റ്റാൻഡേർഡ് ആണോ പ്രഷർ സ്റ്റൈലാണോ കളിക്കുന്നതെന്നാണ്. സോ 89% ഡിവിഷൻ 1 സ്റ്റാൻഡേർഡ് തന്നെയാണ്. ഓക്കെ, 89, 87, 88, 88. അപ്പം നമ്മൾ സ്റ്റാൻഡേർഡ് തന്നെയായിരിക്കും കളിക്കുന്നത്. പ്രഷർ സ്റ്റൈലൊക്കെ കുറവായിരിക്കും. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് വന്നിട്ടുള്ളത് നമ്മുടെ അഡ്വൈസാണ് ഗെയിമിൻ്റെ അകത്ത്. നിങ്ങൾക്ക് മുകളിലെ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു തരും. മാനേജർ പറയുന്നത് അഡ്വൈസ് തരുന്നത് നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു പാസ് മിസ് ചെയ്ത് അല്ലെങ്കിൽ ടാക്കിൾ ചെയ്തത് മിസ് ടാക്കിളാണെങ്കിൽ പോയിട്ട് ട്രെയിൻ ചെയ്തിട്ട് വരാൻ പറയും. അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ ലാസ്റ്റ് 5 മാച്ചിലെ റീസെൻ്റ് ആയിട്ടുള്ള 5 മാച്ചിലെ അഡ്വൈസസാണ് ഇവിടെ കാണിച്ചു തരിക. ഇവിടെ കണ്ടില്ലേ, ഇതെൻ്റെ മെയിൻ അക്കൗണ്ട് അല്ല, ഒരു സെക്കൻഡറി അക്കൗണ്ടാണ്. അതുകൊണ്ട് അതിൽ പറയുന്നില്ല പ്ലേയേഴ്സൊന്നും ഫുൾ ലെവൽ ട്രെയിനിങ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇമ്പ്രൂവ് ദ ലെവൽ ഓഫ് യുവർ പ്ലേയേഴ്സ്. ഓക്കെ, പ്ലേയേഴ്സിൻ്റെ ലെവൽ മാക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ക്രോസ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്രോസ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാച്ചപ്പ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ മാച്ചപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറയും. ടാക്കിൾ പഠിക്കാൻ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ മാനേജർ പറഞ്ഞായിട്ടാണ് ക്ലിയർ ദ ബോൾ ഇൻ ദ പിച്ച്, അതായത് നമ്മുടെ ബോക്സിൻ്റെ അകത്ത് നിന്ന് കൺട്രോൾ ചെയ്ത് കളിക്കുമ്പോൾ ഓപ്പണൻറ്റ് ബോൾസ് വിൻ ചെയ്യുന്ന സമയത്ത് പറയാണ് ബോൾ ക്ലിയർ ചെയ്ത് കളിയുമെന്ന്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്ലെയറിൻ്റെ ഫുൾ സ്റ്റാമിന തീർന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ ചെയ്തിട്ടില്ല, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് ഇങ്ങോട്ട് അഡ്വൈസ് തരും, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തൊരു പ്ലെയർ വേറൊരു പൊസിഷനിലാണ്, ഒരു റോങ് പൊസിഷനിലാണ് കളിക്കുന്നതെങ്കിൽ അതുൾപ്പെടെ നമുക്ക് അഡ്വൈസായിട്ട് തരും. ഓക്കെ, എന്നിട്ട് റൈറ്റ് പൊസിഷനിലെത്തിയാൽ അതും കൂടെ പറയുന്നുണ്ട്. അപ്പം ഇത് വളരെ നന്നായിട്ട് തോന്നി. നിങ്ങൾക്ക് എങ്ങനെ ഫീലായി എന്നൊക്കെ ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളും ചെയ്യുക. പിന്നെ വന്നൊരു മെയിൻ മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഗെയിം പ്ലേൻ്റെ അകത്ത് AI മാച്ചസ് കളിക്കുമ്പോൾ AI മാച്ച് കളിക്കുമ്പോൾ നമുക്ക് കളിക്കേണ്ട AI ഓട്ടോമാറ്റിക്കലി കളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൺട്രോൾ ഉണ്ടായിരുന്നു. യൂസർ കൺട്രോളും അതുപോലെ തന്നെ AI കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് 2 ഓപ്ഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അത് സെറ്റിങ്സ് പോയി മാറ്റണം. ഒന്നുകിൽ ഗെയിം തുടങ്ങിയാൽ നമ്മുടെ സെറ്റിങ്സ് പോയി മാറ്റണം, അല്ലെങ്കിൽ ആദ്യം മാറ്റിയിട്ട് തുടങ്ങണം. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം നമുക്ക് മുകളിലൊരു ബാർ കാണാം, ഒരു റോബോട്ടിൻ്റെ ഒരു ലോഗോ കാണുന്നില്ല, അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. സോ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ AI ഓട്ടോമാറ്റിക്കലി കൺട്രോൾ ചെയ്ത് കളിച്ചോളും. നിങ്ങൾക്കും ഓൺ ദ ടൈം AIയുടെ കൂടെ കളിക്കാൻ പറ്റും. അതായത് AI ഇപ്പോൾ കൺട്രോൾ ചെയ്ത് കളിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്കും പാസ് കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് പാസ് കൊടുക്കാം. ഇപ്പോൾ പ്ലെയറിനെ മൂവ് ചെയ്യാൻ സ്വിച്ച് ചെയ്യാം, അതൊക്കെ ചെയ്യാൻ പറ്റും. അത് നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. നിങ്ങൾക്ക് എന്താണ് എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് കമൻറ്റും കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണുള്ളത്. ഇനിയും ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറയാം. കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളുമായി. അപ്പോൾ സീ യു ഗൈസ്.